നമസ്കാരം. ഹലോ, ഹായ്. അപ്പോൾ കേരളത്തിൽ ഭയങ്കര ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. ഇലക്ഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി. അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ആരാകും? വി ഡി സതീശനാവോ, ആരാ പറയുക, വേണുഗോപാലാവോ, ചെന്നിത്തലയാവോ എന്നുള്ള ഒരുപാട് 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 കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ മേൽ ഒരുപാട് ആൾക്കാർ വീഡിയോ ഇറക്കി, അത് പറഞ്ഞു ഇത് പറഞ്ഞു, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അവസാനം ആ തീരുമാനം വന്നെത്തി. രമേശ് ചെന്നിത്തല അല്ല, കെ സി വേണുഗോപാൽ അല്ല, ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വി ഡി സതീശനാണെന്നുള്ള കാര്യം. കാരണം അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കാരണം ഈ യു ഡി എഫ് സർക്കാരിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് നിന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് വി ഡി സതീശൻ തന്നെയാണ്. അത്രത്തോളം എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനോ മറ്റാർക്കും സാധിച്ചിട്ടില്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞ വ്യക്തി നല്ല സ്ട്രോങ് ആയാലും ആ പാർട്ടിക്കൊരിത് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ പാർട്ടി ഒരിക്കലും ഭരണത്തിൽ വരത്തില്ല. അങ്ങനെ ഒരു സംഭവം പൊളിറ്റിക്സിലുണ്ട്. പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്ക് പോയിൻ്റ് അനുസരിച്ച് സംസാരിക്കാനും ഉന്നയിക്കാനും അതിനനുസരിച്ച് ആളുകളെ എന്ത് ചെയ്യുക, കൺട്രോൾ ആക്കാനുള്ളൊരു കഴിവാണ്. എന്നാൽ മാത്രമേ ആ പാർട്ടി വളരുള്ളൂ, അല്ലെങ്കിൽ വളരത്തില്ല ഉള്ള കാര്യം പറയാം. വി ഡി സതീശനെ വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള സംഭവമുണ്ട്. ആൾ നല്ല ആക്റ്റീവാണ്, അത്യാവശ്യം എഡ്യൂക്കേഷനുള്ള ആളാണ്, ഡിഗ്രിയും MSc ഒക്കെ ഉള്ള ആളാണ്. അതുപോലെ LLB LLM അങ്ങനെ കുറേ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ വി ഡി സതീശൻ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംസാരിക്കാനും നല്ല രീതിയിൽ കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി തന്നെയാണ് ആ പാർട്ടിക്ക് ആവശ്യം, UDF സർക്കാരിന് ആവശ്യം. ഓക്കെ. പിന്നെ പാർട്ടിൻ്റെ അകത്ത് എന്തെല്ലാം പറഞ്ഞാലും ഒരു വീട്ടിൻ്റെ, നമ്മളിപ്പോൾ ഒരു ഫാമിലി എടുത്ത് നോക്കിയാലും ഒരു വീടിൻ്റെ അകത്ത് എന്തെല്ലാം പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വരച്ചേർച്ച ഉണ്ടാവും, തർക്കമുണ്ടാവും. അതെന്തായാലും ഒരു പാർട്ടി എടുത്ത് നോക്കിയാലും പാർട്ടിയിലും കാണും. അപ്പോൾ അതൊന്നും നമ്മളൊരു പോയിൻ്റാക്കി എടുത്ത് വേറെ സംസാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ പാർട്ടിയിലും BJP ആയാലും CPM ആയാലും ഏത് പാർട്ടിയിലും സ്വരച്ചേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികം. അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ആ പാർട്ടി UDF പാർട്ടി ഭരണത്തിലേറാൻ പോവുകയാണ്. 20 മന്ത്രിമാരുള്ള ഒരു സഭയാണ് കേട്ടോ. 20 മന്ത്രിമാരുണ്ട്. ഓരോ മന്ത്രിമാർക്കും അതനുസരിച്ച് ചുമതലയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 20 മന്ത്രിമാരാണ് ഇനി നിയമസഭ, അതായത് കേരള നിയമസഭ വി ഡി സതീശനോട് കൂടെ നയിക്കാൻ പോകുന്ന ആൾക്കാർ. ഓക്കെ. 5 സീറ്റ് എങ്ങാനുമാണ് മുസ്ലിം ലീഗിന് കൊടുത്തിട്ടുള്ളത് മന്ത്രിമാരായിട്ട്. ബാക്കിയെല്ലാം UDF കോൺഗ്രസിൻ്റെ ആൾക്കാരാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തെല്ലാം പറഞ്ഞാലും എല്ലാവിധ ആശംസകളും നേരെയാണ് പുതിയൊരു പാർട്ടിക്ക് നല്ല രീതിയിൽ തന്നെ ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പറയുകയാണെങ്കിൽ 5 സംഭവങ്ങളാണ് അവർ ഇപ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത്. അതിൽ ഒന്നാണ് ഈ പറഞ്ഞ ഫ്രീ ബസ് യാത്ര, സ്ത്രീകൾക്കെല്ലാം ഫ്രീ ബസ് യാത്ര കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. സംഭവമൊക്കെ നല്ലൊരു സംഭവമാണ്. കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ഈ സംഭവം ഓൾറെഡി ഉള്ളതാണ്. ഇവിടെ ഈ സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോഴേ ആൾക്കാർ പല രീതിയിലാണ് നെഗറ്റീവായി കണ്ടത്. അത് ബസ് യാത്രക്കാർക്ക് നഷ്ടമുണ്ടാക്കും, സ്വകാര്യ ജീവനക്കാരായിട്ടുള്ള ബസ്സുകാരെ ബാധിക്കും, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ. ഓക്കെ. ഒന്നും കാണാതെ എന്തായാലും ഒരു പാർട്ടി ഒന്നും മുന്നോട്ട് വെക്കത്തില്ല. അവരെന്തെങ്കിലും അതിനൊരു വഴി കാണും. പിന്നെ ഇതൊന്നുമല്ല ഇതിൻ്റെ ഹൈലൈറ്റ്. ഇങ്ങനൊരു സംഭവം അവർ അതായത് പറഞ്ഞു, ഇങ്ങനെ സ്ത്രീകൾക്ക് ഫ്രീ യാത്ര കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് സത്യപ്രതിജ്ഞ കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ കുറേ സ്ത്രീകൾ, മഹിളാ മോർച്ച എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സ്ത്രീകൾ, BJP സ്ത്രീകൾ 10-25 പേര്, എണ്ണയാലൊന്നും അത്രയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ഹിന്ദു സ്ത്രീകൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികെട്ട കോലാഹലങ്ങൾ തന്നെ എനിക്ക് എടുത്ത് പറയാം. ബസ്സിൽ കയറിയിട്ട് ബസ് പോകാൻ സമ്മതിക്കാതെ സമരം ചെയ്യുക ഫ്രീ ടിക്കറ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മെയ് 15-ന് ഇവർ ബസ് കയറി കൂടിയേക്കും. എന്നിട്ട് ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് വേണം. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താ, ഇവർ തല്ലുകൂടിയ ഭരണത്തിൽ വരികയൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടണം, എന്നാലേ ബസ് വിടുന്ന എന്താ പറയുക നീങ്ങുള്ളൂ. ഈ കണ്ട സ്ത്രീകളെയൊന്നും ഇവിടെ വേറെ ഒരു സംഭവത്തിനും ഞാൻ കണ്ടിട്ടില്ല. പെട്രോളിന് വില കൂടി, ഗ്യാസിന് വില കൂടി, എല്ലാ സാധനത്തിനും വില കൂടി, പല കാര്യങ്ങളും നടന്നിട്ടൊന്നും ഇവരൊന്നും എവിടെ പോയി ആ സമയത്ത്? ഇവർ ഈ
ഭരണത്തിൽ വരാത്ത ഒരു മന്ത്രിസഭയെ കുറ്റം പറയാൻ ഇവർക്ക് എന്ത് യോഗ്യതയുള്ളത്, എന്ത് കാര്യം ഇവർക്കുള്ളത്? തലച്ചോറ് ഇല്ല എന്ന് തന്നെ പറയാം. ഇത്രയും തരം താന്നൊരു പാർട്ടി ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. BJP പറയണേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ ഇതൊന്നും നോക്കിയിട്ട് പറയല്ല. ഈ ഇത്രയും തലയില്ലാത്തൊരു പാർട്ടി എന്ന് പറയാൻ പറ്റും എനിക്ക്. ഈ സ്ത്രീകളെ ഇറക്കിയേക്കുക അവർ, എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. അവരറിയാതെ ഇങ്ങനെ സ്ത്രീകൾ ഈ ബസ് കയറിയിട്ട് ഒരു സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നടന്ന സംഭവമാണ്. കൊല്ലത്ത്, വണ്ടൂര്, എവിടേക്കോ നടന്ന സംഭവങ്ങളത്. ഈ ബസ് കയറിയിട്ട് എന്നിട്ട് ബസ് മുടക്കിയിട്ട് ബസ്സിലുള്ള പാവം പിടിച്ച കണ്ടക്ടറായിട്ടുള്ള സ്ത്രീകൾ അവരെ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് വേണം ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ. 10-22 പേർക്ക് അവർ ടിക്കറ്റ് എടുത്ത് കൊടുക്കുക. ആ സ്ത്രീകൾ അവർ ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്, എന്നിട്ട് ഇവർ കിടന്ന് ചിരിക്കുക. ഈ വീഡിയോ ഒക്കെയാണ് ഇപ്പം നിലവിൽ വൈറലായി കളിക്കുന്നത്. ഒന്ന് ആലോചിച്ചിരിക്കുന്നത്. നാണം കെട്ട സ്ത്രീകൾ അല്ലെ, നാണം കെട്ട സ്ത്രീ. വേറെ വല്ല പണിക്ക് പോകാൻ നല്ലത്. വീഡിയോ ആയി പോയി അല്ലെങ്കിൽ വേറെ വല്ലതും പറഞ്ഞേനെ. സത്യം, എന്ത് നാണം കെട്ട സ്ത്രീകളല്ലേ അവരൊക്കെ. ഒരു സ്ത്രീകളെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുക, അവരെ ബുദ്ധിമുട്ടിക്കുക. അവർ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അടിച്ച് ഓടിക്കേണ്ട സ്ത്രീകളാണ്, അടിച്ച് ഓടിക്കേണ്ടേ. നല്ല രീതിയിൽ അടിച്ച് എല്ലുരേണ്ട സ്ത്രീകളാണ്, അതേ ഞാൻ പറയുള്ളൂ. ഇമാതിരി പരിപാടി ചെയ്ത എല്ലുവരണം, അടിച്ച് എല്ലുവരണം. സ്ത്രീകളായാലും ശരി, ആരാണെങ്കിലും ശരി. BJP ഇറക്കി വിട്ടേക്കുക സ്ത്രീകളെ. നിങ്ങൾ പോയി ചോദിക്ക്. അവർ 15-ാം തീയതി ആയിട്ട് നിങ്ങൾക്ക് ഇത് തന്നില്ല, പോയി ചോദിക്കെന്ന് പറഞ്ഞവരെ ഇറക്കി വിട്ടേക്കുക. എന്നിട്ട് കുറേ സ്ത്രീകൾ, കുറച്ച് ആൾക്കാർ റോഡിലിരിക്കുന്നു, കുറേ പേര് ബസ് കയറിയിരിക്കുന്നു. പല ഭാഗത്തും, കേരളത്തിലെ പല ഭാഗത്തും ഇവർ സമരം ചെയ്തിട്ട് നാണം കെടുത്തുക. നിങ്ങളെ പാർട്ടിക്ക് തന്നെ നാണക്കേട്. തലച്ചോറില്ലാത്ത പാർട്ടി എന്നുള്ളത് അങ്ങ് നോർത്ത് ഇന്ത്യ മുതൽ സൗത്ത് ഇന്ത്യ വരെയുള്ള ആൾക്കാർക്ക് അറിയാം. ചോറുന്ന ആൾക്കാർക്ക് നിങ്ങളത് വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംഭവം തന്നെ. തലച്ചോറില്ല എന്നുള്ളത്, ചാണകം തിന്ന് തലച്ചോറില്ല എന്നുള്ള കാര്യം. അതായത് മനസ്സിൽ വിദ്വേഷവും കുശുമ്പും, എന്താ പറയുക, അതായത് വർഗീയതയുള്ള ആൾക്കാർ നമുക്ക് എടുത്തു പറയാൻ പറ്റും. ഇതിനൊക്കെ നല്ലൊരു മനുഷ്യന് ഇങ്ങനെ സാധിക്കൂല മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാൻ ഒരിക്കലും. എനിക്കതേ പറയാൻ പറ്റുള്ളൂ. ഒരു പാർട്ടി ഒരു ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ഇന്ത്യയിൽ ഇങ്ങനെ സംഭവം ഉണ്ടോ? എവിടെയെങ്കിലും ഇന്ത്യയിൽ നിങ്ങൾ ഇത്രയും ന്യൂസ് കണ്ടില്ല? ഇന്ത്യയിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ കേരളത്തിൽ എവിടെയും കണ്ടുപോകുമോ? ഇത്രയും വൃത്തിയായിട്ട സ്ത്രീകൾ കിടന്നാണ്ട് കാട്ടിക്കൂട്ടണം ഈ കോലാഹലം. തലച്ചോറിലെ സ്ത്രീകൾ ഭരണത്തിൽ കയറിയിട്ട് നിങ്ങൾ ചോദിക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് നടക്കില്ല നിങ്ങൾ ചോദിക്കുക. അപ്പോഴൊരു അന്തസ്സുണ്ട്. നിങ്ങൾ എവിടെ പോയി, എവിടെ നിങ്ങൾ വർത്താനം, നിങ്ങൾ കുറേ പഠനമല്ലോ എന്ന് ചോദിക്കുക. അതാണ് ഇത്. അല്ലാതെ ഇപ്പോഴല്ല ചോദിക്കേണ്ടത് കേട്ടോ. അതാവുമ്പോൾ നിങ്ങൾ സ്ത്രീകളായിട്ട് കാണാം. അങ്ങനെ ചോദിക്കണമെങ്കിൽ നിങ്ങൾ സ്ത്രീയായിട്ട് നമ്മൾ കാണും. 3 താമര വിരിഞ്ഞതിൻ്റെ അഹങ്കാരം കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ തള്ളച്ചിമാർ മുഴുവനും. 3 താമര എവിടെയോ വിരിഞ്ഞ് പറഞ്ഞുണ്ട്. ഈ 3 താമര പൂജ ആവാനും വലിയ പണിയൊന്നുമില്ല. നിങ്ങൾ വലിയ വർത്തമാനം ഉണ്ടല്ലോ. ബംഗാളിൽ തുടങ്ങിയതാണ്. ബംഗാളിലെ ആൾക്കാരെ വിദ്യാഭ്യാസം എന്താണെന്ന് ആലോചിക്കണം. ലിറ്ററസി റേറ്റ് അവിടുത്തെ ആകെ ഉള്ളൊരു മയക്കുള്ള പാർട്ടി തൃണമൂൽ കോൺഗ്രസ്, ഈ പാർട്ടിയാണ് അവിടെ ഉള്ളത്. പിന്നെ ഉള്ളത് ഇവർക്ക് ഈ BJP 2 പാർട്ടിക്കാരും മാത്രമേ ഉള്ളൂ. അതുപോലെയല്ല കേരളത്തിലേ ആൾക്കാർ വിദ്യാഭ്യാസ സമ്പന്നമായ ആൾക്കാരുള്ളത്. അടിക്കുന്ന തിരിച്ചടിക്കും നല്ല രീതിയിൽ. ഇത് ഈ മതിരത്തെ പരിപാടിയും കൊണ്ട് കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ വിവരമില്ലെങ്കിൽ ഒരു മൂലത്തിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക. അത് മറ്റുള്ള ആൾക്കാരെ ദ്രോഹിക്കാൻ വേണ്ടി എടുക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. സ്ത്രീകളായാലും ശരി, പുരുഷന്മാരായാലും BJPക്കാരോടെ പറയണം. BJPക്കാരോട്, വേറെ ആരോടുമില്ല. ഇവരൊക്കെ ഇതിനൊക്കെ ഈ നാട് നടക്കുന്ന അക്രമത്തിൻ്റെ ഒക്കെ ഒരുപാട് പങ്ക് ഇവർക്കുണ്ടെന്ന് ഞാൻ പറയുന്നു. മാത്രമല്ല, VD സതീശനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പോൾ BJP കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുപാട് ട്രോള്, ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണക്കാട് തങ്ങൾ കുടുംബക്കാർ മുസ്ലിം ലീഗുമാണെന്ന് പറഞ്ഞിട്ടുള്ള ട്രോളുകൾ ഇറക്കി. ഈ പറഞ്ഞ VD സതീശനെയും KC വേണുഗോപാലിനെയും ചെന്നിത്തലിനെ കളിയാക്കിക്കൊണ്ട് ഇവർ ഒരുപാട് ട്രോൾ ഇറക്കി വരും. ഹൈക്കമാൻഡ് പറയുന്നത് മുസ്ലിം ലീഗാണെന്ന് പറഞ്ഞ് വെച്ചാണ് ഒരുപാട് വീഡിയോസൊക്കെ ഇറക്കി. ഇതൊക്കെ എന്ത് സംഭവം? ഇതൊക്കെ ഒരു വർഗീയതല്ലേ ഈ കാണിച്ചു കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ? നാണം കെട്ട പരിപാടി. ഇതൊക്കെ എന്തല്ലേ ഇങ്ങനെ ആലോചിക്കണേ? ഭയങ്കര മോശം. പൊളിറ്റിക്സ് പറഞ്ഞാൽ ഇതാണ് പൊളിറ്റിക്സ്. ഇത് പൊളിറ്റിക്സ് അല്ല, ഇത് വർഗീയതയെന്ന് പറയാൻ പറ്റുള്ളൂ. ആൾക്കാരെ പൊളിറ്റിക്സ് ആയിട്ട് കളിക്കണം, അല്ലാതെ ഈ വർഗീയത വെച്ച് കളിക്കരുത്. ആദ്യം നിങ്ങൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തൊന്ന് വായിച്ചു നോക്കുക. അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം പറഞ്ഞാൽ അത് അടിസ്ഥാനത്തിലല്ല നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്കറിയാം. അതെടുത്തൊന്ന് വായിച്ചു നോക്കുക. സംഭവം മോഡി പറഞ്ഞ കുറേ സംഭവമുണ്ട്.
ഓരോ ദിവസം സാധനത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെന്താ പറയുന്നത്, ഇന്ത്യ ദാരിദ്ര്യത്തിലോട്ട് പോവുകയാണ്. സൂക്ഷിക്കണം. പെട്രോൾ ഉപയോഗിക്കരുത്, ഡീസൽ ഉപയോഗിക്കരുത്, വാഹനങ്ങൾ ഉപയോഗിക്കരുത്, നിങ്ങൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതാണോ? ഇതിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇവരൊക്കെ ഭരണത്തിൽ ഏറ്റിയിരുത്തുന്നത്? വികസനം പറഞ്ഞാൽ അതൊക്കെ പറയുന്നത് ഇതാണ് വികസനം. ഇത് വികസനമല്ല, ഇത് താഴോട്ട് പോവുകയാണ്, ഉള്ളതും കൂടി കുറക്കുകയാണ്. ലോകം മൊത്തം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊടുക്കുകയാണ്. സതീശൻ്റെ സത്യപ്രതിജ്ഞ നാളെയാണ്, തിങ്കളാഴ്ചയാണ് വരുന്നത്. ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന വലിയൊരു ഗ്രാൻഡ് പരിപാടിയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങേരി ഗ്യാരണ്ടി, മറ്റേ പെൻഷൻ കാര്യങ്ങളൊക്കെ 3000 ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് 1000 വെച്ച് കൊടുക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പല കാര്യങ്ങളും ചെയ്യും. നല്ലൊരു ഗവൺമെൻറ് ആയിരിക്കുമെന്നൊരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്നത് ഇപ്പോൾ പിണറായി വിജയനാണ്. അപ്പോൾ അതിൻ്റെ തല്ലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഗ്രൂപ്പുള്ള ആൾക്കാരെ പറയുന്നത് പിണറായിനെ മാറ്റണം, കാരണം ഈ 10 വർഷത്തെ ഭരണം തോൽവിയായിരുന്നു എന്നാണ് പറയുന്നത്. സംഭവത്തിൽ തോൽവി തന്നെയായിരുന്നു കേട്ടോ. കാരണം പറയുകയാണെങ്കിൽ ഈ 10 വർഷം എന്ത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിലൊന്നും നിങ്ങൾക്ക് തുറന്ന് പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതാണ് സത്യം. മെയിനായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമായിരുന്നു വയനാട് ദുരന്തത്തിലുള്ള വലിയ സഹായം കൊടുക്കുക എന്ന് പറഞ്ഞു. അത് ഇവർ ചെയ്തു കൊടുത്തില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പരാജയം. പകുതി പരാജയം അവിടെയാണ്. ആ 750 കോടി എവിടെ പോയി? ചോദ്യമില്ല. ആരുടെ ഒരു വീഡിയോ കണ്ട്, പേര് ഓർക്കുന്നില്ല, ഇവർക്ക് ഇത്രയും കോടി കിട്ടിയേ ഒരു 150 കോടി ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരു 10-50 പേർക്ക്, എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കായിരുന്നു ഇവർക്ക്? 50 പേർക്ക് 60 പേർക്ക് വീട് വെച്ച് കൊടുക്കുകയാണ്. എത്രയോ കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസം, അതുപോലെ ഹോസ്പിറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊന്നും പൂർത്തീകരിക്കാതെ കിടക്കുന്നുണ്ട്. സ്കൂള്, ഹോസ്പിറ്റലൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. ഇതൊക്കെ 25 കോടിയൊക്കെ വെച്ചിരിക്കും നടത്താം. എന്നാലും അവരെ ബാക്കിയ പൈസ ഇവരെന്ത് ചെയ്തു? 750 കോടി ഇവരെന്ത് ചെയ്തു? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ തോൽവി ഇവിടെയൊക്കെയാണ്. അഴിമതി കാര്യങ്ങളൊക്കെ ഒരുപാട് നടത്തി, ഒരുപാട് പരാജയങ്ങളുണ്ട്. അപ്പോൾ വീണ്ടും ഈ പരാജയങ്ങൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുക. നമ്മൾ പ്രതിപക്ഷത്തുള്ള ഈ ആൾ, മുഖ്യമന്ത്രി ആൾ തന്നെ വേണം എന്നുള്ള കാര്യമായിരിക്കും ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വീണ്ടും വന്നു കഴിഞ്ഞാൽ എന്താകും എന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് ബോധം വന്നിട്ട്, അതുപോലെ അയാളെ ഭാഗത്തുനിന്നുണ്ട് മിസ്റ്റേക്ക്. അയാൾ പല കാര്യങ്ങളും പറഞ്ഞു, വീട്ടിൽ പോയി ചോദിക്കാനൊക്കെ പറഞ്ഞ ഡയലോഗ്, അതൊക്കെ വളരെ മോശമല്ലേ? ജനങ്ങളോട് സംസാരിക്കേണ്ട രീതി സംസാരിക്കണം. ജനങ്ങളാണ് നിങ്ങളെ മന്ത്രിയാക്കിയത്, അല്ലെ നിങ്ങളാണ്ട് ആയതല്ല. രാവിലെ എണീച്ചപ്പം ജനങ്ങളെ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത്, ടാക്സ് കൊണ്ടാണ് ജീവിക്കുന്നത്. ജനങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഏതൊരു മന്ത്രി മനസ്സിലാക്കേണ്ട കാര്യമാണ്, ജനങ്ങളില്ലെങ്കിൽ മന്ത്രിയില്ല, രാജാവും ഇല്ല, ആരുമില്ല. പൂജയാണ് പിന്നെ. മനസ്സിലായോ? അതാണ്. അപ്പോൾ നമ്മളെ സംതൃപ്തി, നമ്മുടെ സന്തോഷമൊക്കെ നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻ്റാണ്. അവിടെ നിങ്ങൾ അഹങ്കാരങ്ങളെ കാര്യങ്ങളെല്ലാം വേണ്ടത്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വരുന്ന UDF സർക്കാരിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ബെസ്റ്റ് ഓഫ് ദർ ലക്ക്. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ നല്ലൊരു ഗവൺമെൻറ്. ഓക്കെ, ബൈ.